ഇന്നത്തെ വചനചിന്തയ്ക്കായി 1 രാജാക്കന്മാർ 18 അധ്യായം 44 വാക്യം. 7 പ്രാവശ്യമോ അവൻ, ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ഈ വചനത്തിൽ നാം കാണുന്നത് വിശ്വാസത്തിന്റെ അത്ഭുതമാണ്. 3.5 വർഷമായി മഴ പെയ്യാത്ത ദേശം, ഉണങ്ങി വറ്റിയ നിലം, ആകാശം അടഞ്ഞു കിടക്കുമ്പോൾ ഏലിയാവ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. 6 പ്രാവശ്യം ഭൃത്യൻ കടലിലേക്ക് പോയി നോക്കി, ഒന്നും കാണുന്നില്ല. എങ്കിലും 7-ാം പ്രാവശ്യം ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു. മനുഷ്യന്റെ കണ്ണിൽ അത് വളരെ ചെറുതായിരുന്നു, പക്ഷേ വിശ്വാസത്തിന്റെ കണ്ണിൽ അതായിരുന്നു പ്രത്യാശയുടെ തുടക്കം, അതായിരുന്നു അത്ഭുതത്തിന്റെ ആരംഭം. ഏലിയാവ് ആ ചെറിയ മേഘത്തിൽ തന്നെ ദൈവത്തിന്റെ അത്ഭുതം കണ്ടു. അവന്റെ ആത്മാവിൽ മഴയുടെ ശബ്ദം കേട്ടു. അതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ യഥാർത്ഥ പാഠം. ദൈവം ചെറുതായി തുടങ്ങുമ്പോൾ അതിനകത്ത് വലിയ അനുഗ്രഹം മറഞ്ഞിരിക്കുന്നു. നമ്മൾ കാണുന്നത് ചെറിയ മേഘം പോലെ തോന്നിയാലും അതിന്റെ പിന്നിൽ ദൈവം അനുഗ്രഹമഴ പെയ്യിക്കുവാൻ പോകുകയാണ്. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ആകാശം അടഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾക്ക് തോന്നിയേക്കാം. നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഒന്നും മാറിയില്ലെന്ന് തോന്നാം. പക്ഷേ ദൈവം മിണ്ടാതിരിക്കുന്നത് അവൻ പ്രവർത്തിക്കാത്തതല്ല. നമ്മൾ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ ദൈവം പിന്നണിയിൽ അനുഗ്രഹത്തിന്റെ മേഘം നമ്മൾക്കായി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ദൈവ സന്ദേശം. ദൈവം നമ്മൾക്കായി പ്രവർത്തിക്കുന്നു. നമ്മൾ കാണാത്തിടത്തും കേൾക്കാത്തിടത്തും അവൻ നമ്മുടെ മഴ ഒരുക്കുകയാണ്. ഏലിയാവിനെ പോലെ നമ്മൾക്കും പറയാം, ഞങ്ങൾ കേൾക്കുന്നു അനുഗ്രഹ മഴയുടെ ശബ്ദം. നമ്മൾ കാണുന്നത് ചെറുതായിരിക്കും, പക്ഷേ അതാണ് ദൈവം വാഗ്ദത്തം നിറവേറ്റാൻ ആരംഭിച്ചു എന്നുള്ളതിന്റെ അടയാളം. അതിനാൽ പ്രിയപ്പെട്ടവരെ, നിരാശപ്പെടേണ്ട. ഈ ചെറിയ മേഘത്തെ ചെറുതായി കാണരുത്. അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ വലിയ കൈ പ്രവർത്തിക്കുന്നു. ഈ പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെറുതായി കാണുന്ന കാര്യത്തിൽ പോലും നിന്റെ മഹത്വം തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിന്റെ അനുഗ്രഹമഴ പെയ്തിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടഞ്ഞ ആകാശം ഞങ്ങൾക്കായി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ ദൈവശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.